Dear friends, welcome back to ARC Digital Learning Platform. Leveling എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മെത്തേഡായിട്ടുള്ള ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് മെത്തേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി എന്താണ് ഈ സെയിം പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യണം, റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യണം. അതെങ്ങനെയാണ് നോക്കാം. ഓക്കെ, ശരി. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്തതുപോലെ കഴിഞ്ഞ ക്ലാസ് ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ റീഡിങ്ങും ഒരു വരിയിൽ എഴുതുക. ഒറ്റ വരിയിൽ, മുറിച്ച് രണ്ട് വരിയായിട്ട് എഴുതാതെ ഒറ്റ വരിയിൽ എഴുതുക. എന്നിട്ട് അവർ എന്ത് പറഞ്ഞു, ഇൻസ്ട്രുമെൻറ്റ് വാസ് ഷിഫ്റ്റഡ് ആഫ്റ്റർ സെക്കൻഡ്, ഫിഫ്ത്ത് ആൻഡ് സെവൻത് റീഡിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതെഴുതി അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, ആദ്യത്തെ റീഡിങ്ങിന് ബാക്ക് സൈറ്റ് എന്നും അവസാനത്തെ റീഡിങ്ങിന് ഫോർ സൈറ്റ് എന്നും കൊടുത്തു. ബാക്ക് സൈറ്റ് ഫോർ സൈറ്റ്, ബാക്ക് സൈറ്റ് ഫോർ സൈറ്റ്, ഇടയിലുള്ളതിനെല്ലാത്തിനും നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്ന് കൊടുത്തു. നോക്കിയേ, ഈ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും എടുക്കുന്ന എന്താണ്, ടേണിംഗ് പോയിന്റുകളാണ്. അതിനെല്ലാത്തിനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡാണ്. ഓക്കെ, ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാ നോക്കിയേ, ഇതിൽ നമ്മൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ മുമ്പ് ചെയ്തത് തന്നെയാണ്, എന്നാലും നോക്കോ, രണ്ട് പോയിന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇതേ ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്. ഓക്കെ ആണല്ലോ, ശരി. ഇതേ എയിലെ സ്റ്റാഫ് റീഡിങ് എത്രയാണ് ഇവിടെ, 0.865 അല്ലേ. ഓക്കെ, ബിയിലെ റീഡിങ് എത്രയാണ്, 2.105 അല്ലേ. ഞാൻ ആദ്യത്തെ രണ്ട് റീഡിങ്ങാണ് എടുക്കുന്നത്. നോക്കിയേ, ഇതെങ്ങനെയായിരിക്കും നിൽക്കുന്നേ, എനിക്കൊരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. ഈ ലൈൻ ഓഫ് സൈറ്റിൽ എയിൽ ഞാനൊരു സ്റ്റാഫ് കൊണ്ട് വെക്കുമ്പോൾ എയിൽ ഞാൻ കൊണ്ടുവയ്ക്കുന്ന സ്റ്റാഫിൻ്റെ റീഡിങ് എത്രയായിരിക്കും, 0.865 ആയിരിക്കും. ഓക്കെ, ബിയിൽ കൊണ്ടുവയ്ക്കുന്ന സ്റ്റാഫിൻ്റെ റീഡിങ് 2 ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് 0.8. ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, 0.8 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇനി എനിക്ക് എന്ത് കിട്ടണം, 2 കിട്ടണമല്ലേ. 2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഇത്തിരി കൂടെ വലുതാവണം അല്ലേ, ഇത് ഇത്രയും വലുതാവണം. ഓക്കെ, എന്നാൽ മാത്രമല്ലേ എനിക്ക് 2 കിട്ടത്തുള്ളൂ. സോ ബി എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും, കുറച്ചുകൂടി താഴെയായിരിക്കും നിൽക്കുന്നത് അല്ലേ. ബി എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടി താഴെയായിരിക്കും. എന്നാൽ മാത്രമേ എനിക്ക് 2.105 എന്ന് പറയുന്ന റീഡിങ് കിട്ടത്തുള്ളൂ. അതെന്താ, ഇതാണ് 0.865. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഇവിടം വരെ 0.865 ആവത്തുള്ളൂ. എനിക്ക് വലുത് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം, ഈ ബി എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടെ താഴേക്കായിരിക്കണം. മനസ്സിലായല്ലോ. ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താ, നോക്കിയേ, രണ്ട് പോയിന്റുകൾ നോക്കുമ്പോൾ ഏത് റീഡിംഗ് ആണോ വലുത്, വലിയ റീഡിംഗ്, ബിഗ്ഗർ റീഡിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ലാർജ് റീഡിംഗ് എന്ന് പറയുന്നത് താഴെ ആയിരിക്കും അല്ലേ, ഒരു കുഴിയിൽ, ഒരു ഫാളായിരിക്കും, അതൊരു ഫോളായിരിക്കും. ഓക്കെ, റീഡിങ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്രൗണ്ട് താഴേക്ക് പൊക്കോണ്ടേ ഇരിക്കുന്നു. ഉദാഹരണത്തിന് ഇതാണ് എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എങ്കിൽ ഞാൻ ഇവിടെ എല്ലാം എൻ്റെ സ്റ്റാഫ് റീഡിങ് വെക്കുന്നു. സ്റ്റാഫ് വെക്കുന്നു, റീഡിങ് എടുക്കുന്നു. കണ്ടോ, നോക്കിയേ, ഇവിടുത്തെ റീഡിങ് എന്ന് പറയുന്ന ഒരു ചെറിയ വാല്യൂ ആയിരിക്കും, കുറച്ചുകൂടി വലിയ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ റീഡിങ്, കുറച്ചുകൂടെ വലിയ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ റീഡിങ്. സോ എന്താണ്, എൻ്റെ ഗ്രൗണ്ട് കിടക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ്. കണ്ടോ, റീഡിങ് കൂടുന്നതിനനുസരിച്ച് ഗ്രൗണ്ട് താഴേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും. മനസ്സിലായല്ലോ. റീഡിങ് കൂടിയാൽ ഗ്രൗണ്ട് താഴേക്ക് പോകും. അതുപോലെ റീഡിങ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഗ്രൗണ്ട് ഉയരത്തിലേക്ക് പോകും. ഓക്കെ, റൈസിലേക്ക് പോകും. ഇത്രയും കഴിഞ്ഞാൽ ഇതിൽ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. നോക്കിയേ, എന്റെ റീഡിങ് എത്ര, 0.865, ബിന്റെ റീഡിങ് എത്ര, 2. സോ എയെ അപേക്ഷിച്ച് ബി എന്ന് പറയുന്നത് താഴെയുള്ളൊരു പോയിന്റ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, ഇത് രണ്ടും ബിയിലെ റീഡിങ്ങാണ്. ഇത് ബിയിലെ റീഡിങ്ങാണ്. 2.105 എന്ന് പറയുന്നത് ബിന്റെ റീഡിംഗ് ആണ്, 1.025 എന്ന് പറയുന്നത് ബിന്റെ റീഡിംഗ് ആണ്. സോ ഇവ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒന്നും മനസ്സിലാക്കാനില്ല. കാരണം എന്താ, ഇത് രണ്ടും ഒരേ പോയിന്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബിയും സിയും കൂടെ കമ്പയർ ചെയ്യാം അല്ലേ. ബിന്റെ റീഡിംഗ് എത്ര, 1.025. സിന്റെ റീഡിംഗ് എത്ര, 1.58. അതായത് റീഡിംഗ് വലുതായി. റീഡിംഗ് വലുതാവണമെങ്കിൽ എന്താണ്, ബിയെ അപേക്ഷിച്ചിട്ട് സി എവിടെയാണ്, താഴത്തെ പോയിന്റ് ആണ്. കണ്ടോ, ബിയെ അപേക്ഷിച്ചിട്ട് സി താഴത്തെ പോയിന്റ് ആണ്, റീഡിങ് വലുതായി. ഇനി നമുക്ക് സിയെ വെച്ച് നോക്കാം. സി 1.58 ആണ് അല്ലേ. സി എന്താണ്, 1.58. ഡിയിൽ എത്രയാണ്, 1.8. അതായത് സിയെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും എന്താ, റീഡിങ് കൂടിയല്ലേ, സിയേക്കാൾ താഴെയാണ് എന്ത്, ഡി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഡിയും ഇയും തമ്മിൽ അല്ലേ, ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലേ, ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. ഡിന്റെ വാല്യൂ എത്ര, 2.23. ഇന്റെ വാല്യൂ എത്ര, 2.8. വീണ്ടും എന്ത് ചെയ്തു, റീഡിങ് കൂടി. റീഡിങ് കൂടുമ്പോൾ എന്താണ്, അതൊരു ഫോൾ ആണ് അല്ലേ. റീഡിങ് കൂടുമ്പോൾ ഫോൾ ആണ് നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ നമുക്കുള്ളത്, ഇനി നമുക്ക് ആരൊക്കെയുള്ളത്,
ഇയും എഫും അല്ലേ. ഇൻ്റെ റീഡിങ് എത്ര? ഇയും എഫും ആണ് നമുക്ക് ഇനി ഉള്ളത്. ഇയും എഫും ആണ് നമുക്കുള്ളത്. ഇൻ്റെ റീഡിങ് എത്ര? 2.3. നോക്കിയേ, ശ്രദ്ധിച്ചോ, ഇൻ്റെ റീഡിങ് 2.3. ഇൻ്റെ റീഡിങ് 2.3. എഫിൻ്റെ റീഡിങ് എത്ര? 1.7. കണ്ടോ, റീഡിങ് എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു അല്ലേ. 2.3യിൽ നിന്ന് 1.7. റീഡിങ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അതൊരു റൈസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ, ശരി. ഇതാണ് റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി കഴിയുന്നിടത്ത് റൈസ് ആൻഡ് ഫാൾ മെത്തേഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ബാക്കിലത്തെ റീഡിങ് വെച്ച് ഫ്രണ്ടിലത്തെ റീഡിങ് കൂടുതലാണെങ്കിൽ അത് കുഴിയിലെ ഒരു ഫോളിലെ പോയിന്റ് ആയിരിക്കും. അതുപോലെ ബാക്കിലത്തെ റീഡിങ് വെച്ച് ബാക്കിലത്തെ റീഡിങ്ങിനെ അപേക്ഷിച്ച് ഫ്രണ്ടിലത്തെ റീഡിങ് കുറയുകയാണെങ്കിൽ അതൊരു റൈസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കുക. ശരി, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുന്നു. എ എന്ന് പറയുന്ന പോയിന്റിന്റെ എലിവേഷൻ 100 ആണ്. ഓക്കെ, 100 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ എലിവേഷൻ എത്ര? എന്നിട്ട് ഞാൻ പറയുന്നു എയേക്കാൾ 2 മീറ്റർ ഫോൾ താഴെയാണ് ബി എന്ന് പറയുന്നു. എന്താണ്? എയേക്കാൾ 2 മീറ്റർ താഴെയാണ് ബി. ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ? എന്റെ റീഡിങ് എത്ര? 100. എയേക്കാൾ 2 മീറ്റർ താഴെയാണ് ബി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബിന്റെ റീഡിങ് എത്ര? 98 മീറ്റർ അല്ലേ. എളുപ്പമല്ലേ? ഞാൻ തിരിച്ചു പറയുന്നു, എന്റെ റീഡിങ് എത്ര? 100 ആണെന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു ബി എന്ന് പറയുന്നത് എയേക്കാൾ 3 മീറ്റർ മുകളിലുള്ള ഒരു പോയിന്റ് ആണ്. ബിന്റെ റീഡിങ് എത്ര? അല്ലെങ്കിൽ ബിന്റെ റെഡ്യൂസ് ലെവൽ എത്രയായിരിക്കും? ബി എന്ന് പറയുന്നത് 103 ആയിരിക്കും അല്ലേ. അതായത് ഇനി പറഞ്ഞ എന്താ, എനിക്ക് പ്രീവിയസ് പോയിന്റിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേഷന്റെ പ്രീവിയസ് സ്റ്റേഷന്റെ RL ഉണ്ട്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യണം? റൈസിനെ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫാളിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ റൈസിനെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫാളിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് നെക്സ്റ്റ് സ്റ്റേഷൻ കിട്ടുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഓക്കെ, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഒരു സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് RL ഓഫ് പ്രീവിയസ് സ്റ്റേഷൻ പ്ലസ് റൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൈനസ് ഫോൾ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, ഇതാണ് നമുക്കിവിടെ ചെയ്യാനുള്ള പരിപാടി. ശരി, നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോവാം. എവിടെ നമ്മുടെ പ്രോബ്ലം? ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം. ഓക്കെ, ഇതിനെന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ എൻ്റെ ആ ടേബിളിലേക്ക് എഴുതുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ടേബിൾ. സ്റ്റേഷൻ, ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, ഇത് എഴുതാൻ നമുക്ക് അറിയാം. നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇവിടത്തെ റൈസോ ഫാളോ കണ്ടുപിടിക്കുക. ഓക്കെ, ഞാൻ റൈസിനെ ആദ്യം, റൈസ് എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൽ എഴുതണം, അത്രേ ഉള്ളൂ. ഫാൾ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൽ എഴുതണം, അത്രേ ഉള്ളൂ. ഓക്കെ, റൈസും ഫാളും അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാൻ പറ്റും. റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കുക. ഇനി ഒരു സാധനം തന്നിട്ടുണ്ടോ അല്ലേ? എന്റെ റെഡ്യൂസ്ഡ് ലെവൽ എത്രയായിരുന്നു? എയുടെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എ ഈസ് 560.5 അല്ലേ? 560.5 എന്ന് തന്നിട്ടുണ്ട്. ശരി, ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ കോളം അങ്ങ് വെട്ടുക എന്നുള്ളതാണ്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞതാണ് ഈ കോളം വെട്ടുക. അതെന്താ അതിന്റെ അർത്ഥം? നോക്കിയേ, എന്താ എൻ്റെ പരിപാടി? ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ആള് ആദ്യത്തെ ആളിനെ വെച്ചിട്ട് മുകളിലാണോ താഴെയാണോ എന്ന് എഴുതും. ഓക്കെ, മൂന്നാമത്തെ ആള് രണ്ടാമത്തെ ആളിനെ വെച്ചിട്ട് താഴെയാണോ മുകളിലാണോ എന്ന് എഴുതും. നാലാമത്തെ ആള് മൂന്നാമത്തെ ആളിനെ വെച്ചിട്ട് താഴെയാണോ മുകളിലാണോ എന്ന് എഴുതും. തുടങ്ങിയത് എവിടെ? രണ്ടാമത്തെ ആള്. ആദ്യത്തെ ആള് താഴെയാണോ മുകളിലാണോ നോക്കാൻ നമ്മുടെ കയ്യിൽ ആളില്ല, വേറെ ആളില്ല. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ആളിനെ കമ്പയർ ചെയ്യാൻ ആദ്യത്തെ ആളുണ്ട്, ആദ്യത്തെ ആളിനെ കമ്പയർ ചെയ്യാൻ ആരുമില്ല. സോ അതുകൊണ്ടാണ് ആദ്യത്തെ ആളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈസോ ഫാളോ എന്നുള്ള കോളം നമ്മളങ്ങ് എന്ത് ചെയ്തു? ഒഴിവാക്കി. ശരി, ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ ടേബിളിലേക്ക് ഒന്നും നോക്കരുത്. ടേബിളിലൊക്കെ നോക്കിയാൽ നമുക്ക് എന്താ കൺഫ്യൂഷൻ ആവും. ടേബിളിലൊന്നും ഇനി നോക്കാൻ നിൽക്കരുത്. നമ്മൾ ഇനി ഇവിടെ നോക്കാനുള്ളത്. ഇതിൽ നോക്കുക. എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എപ്പോഴും എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എന്നിട്ട് റൈസ് ആണെങ്കിൽ റൈസിൽ എഴുതുക, ഫാൾ ആണെങ്കിൽ ഫാൾ എഴുതുക. എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം നമുക്ക്. ശരി, നോക്കിയേ, ഇവിടുത്തെ റീഡിങ് 0.8, ഇവിടുത്തെ റീഡിങ് 2, 0.8 2, റീഡിങ് കൂടി, സോ ഫാൾ. മനസ്സിലായല്ലോ? 0.8 2, റീഡിങ് കൂടി, അതുകൊണ്ട് അത് ഫാളിലാണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എവിടെ എഴുതുക? ഫോളിൽ എഴുതുക. ഇതിന്റെ ഡിഫറൻസ് എത്ര വരും? ഇവിടെ ഡിഫറൻസ് എത്ര വരും? 2.105 മൈനസ്
0.865. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടുന്നു? 1.240 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടി? 1.240 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ, കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ കഴിഞ്ഞു. ഇനി എന്താണ്? നമ്മൾ ഇവരെയാണ് നോക്കാനുള്ളത്, ബീനെ സീനെ വെച്ചിട്ട്. നോക്കിയേ, ഇത് തമ്മിൽ ഒരിക്കലും എടുക്കൂല. അത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ആദ്യം നമ്മൾ ഏത് നോക്കി? ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നോക്കി. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നോക്കി, കഴിഞ്ഞു. ഇനി നമ്മൾ ഏത് വെച്ച് നോക്കുക? ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നോക്കുക. ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത്? ഇത് രണ്ടും കൂടെ വയ്ക്കുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? നോക്ക്, 1.0, 1.5, 1.0യിൽ നിന്നും 1.5 ആയി. റീഡിങ് കൂടി ഫോൾ ആണ് എഴുതാനുള്ളത്, എന്തായാലും ഫോളിലായിരിക്കും. ഓക്കെ, അതിന്റെ ഡിഫറൻസ് പറയാം, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് പറയാം. 1.580 മൈനസ് 1.025 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ 0.555, 0.555. ഓക്കെ, കഴിഞ്ഞു. ഇനി എന്താണ്? സിയും ഡിയും അതേതൊക്കെ? ഇവർ രണ്ടുപേരും അല്ലേ? ഇവർ രണ്ടുപേരുടെ കൺസിഡർ ചെയ്യാം. ഡി ഏതാണ്? 1.8. സി എത്രയാണ്? 1.5. നോക്കിയേ, 1.5ൽ നിന്ന് 1.8 ആയി. റീഡിങ് കൂടി ഫോളിലായിരിക്കും. റീഡിങ് കൂടി ഫോളിലായിരിക്കും. ഫോളിൽ എഴുതുക. വലുതേതാ? 1.865 മൈനസ് 1.580 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടുന്നു? 0.285 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ, ശരി. നെക്സ്റ്റ് ഏതാ? ഇത് രണ്ടുപേരും കൂടെ എടുക്കോ? ഇത് രണ്ടുപേരും കൂടെ ഒരിക്കലും എടുക്കല്. കാരണം എന്താ? അത് രണ്ടും ഒരാൾ തന്നെയാണ്. സോ അവരെ നമ്മൾ കൺസിഡർ ചെയ്യല്. ഇനി എന്ത് ചെയ്യുക? അത് ഇവരെ വെച്ച് നോക്കുക. ഇവർ രണ്ടും കൂടെ ഏതാ? ആദ്യത്തെ റീഡിങ് 2.2, അടുത്ത റീഡിങ് ഏതാ? 2.8. റീഡിങ് കൂടി. റീഡിങ് കൂടിയാൽ ഫോളിലാണ്. റീഡിങ് കൂടിയാൽ നമ്മൾ എവിടെ എഴുതണം? ഫോളിൽ എഴുതണം. ഓക്കെ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് പറഞ്ഞോ. ഏതാ വലിയ സംഖ്യ? 2.835 മൈനസ് 2.230. ആൻസർ എത്ര കിട്ടി? 0.605. 0.605 എന്ന ആൻസർ കിട്ടി. പോയിന്റ് എത്ര കിട്ടി? 0.605 എന്ന ആൻസർ കിട്ടി. സോ ഞാൻ ഏതെടുത്തു? ഇതിന് രണ്ടിനെ കൺസിഡർ ചെയ്തു. ഇനി ഞാൻ എന്ത് കൺസിഡർ ചെയ്യണം? ഇവരെ കൺസിഡർ ചെയ്യണോ? ചെയ്യരുത്. കാരണം എന്താ? രണ്ടും ഒരാൾക്കാർ തമ്മിൽ നമ്മൾ എന്ത് കമ്പയർ ചെയ്യാനാ? ശരി, ഇനി ഏതൊക്കെയാ? ഇയും എഫും അല്ലേ? നോക്കിയേ, റീഡിങ് എത്ര? 2.3. അടുത്ത റീഡിങ് എത്ര? 1.7. റീഡിങ് കുറഞ്ഞു. സോ എന്താണ്? റൈസ് ആണ്. ഞാൻ എവിടെ എഴുതണം? റൈസിൽ എഴുതണം. റീഡിങ് കുറഞ്ഞാൽ ഞാൻ എവിടെ എഴുതണം? റൈസിൽ എഴുതണം. ചിഹ്നം ഒന്നും നോക്കണ്ട, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 2.355 മൈനസ് 1.760. ആൻസർ എത്ര കിട്ടുന്നടാ നമുക്ക്? 0.595 എന്ന ആൻസർ കിട്ടി. ഓക്കെ, എല്ലാ റൈസും നമ്മൾ കണ്ടുപിടിച്ചു, എല്ലാ ഫോളും നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ റൈസ് ആണോ ഫോൾ ആണോ എന്ന് മനസ്സിലായല്ലോ. അടുത്തത് നോക്കുക, രണ്ടാമത്തെ റീഡിങ് നോക്കുക. മറ്റേതിനെ വെച്ച് കൂടിയാൽ എന്താണ്? രണ്ടാമത്തെ റീഡിങ് കൂടുകയാണെങ്കിൽ അതൊരു ഫാളായിരിക്കും, രണ്ടാമത്തെ റീഡിങ് കുറയാണെങ്കിൽ അതൊരു റൈസ് ആയിരിക്കും. റൈസിലും ഫോളിലും നമ്മൾ എഴുതി. ഇനി ഒന്നുമില്ലാതെ നോക്കിയേ, നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ കാര്യം. എൻ്റെ ആദ്യത്തെ പോയിന്റിന്റെ എലിവേഷൻ എത്രയാണ്? 560.5. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 1.240 ഫോളിൽ കിടക്കുകയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ആദ്യത്തെ റീഡിങ് എത്ര? 100. 100നേക്കാൾ 2 കുറവ്. 100നേക്കാൾ 2 കുറവാണെങ്കിൽ എത്ര? 98. ഫോൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ച് കൊടുക്കുക. സോ ഞാൻ എന്ത് എഴുതണം? 560.5 മൈനസ് 1.240. ഫോൾ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റെഡ്യൂസർ ലെവലിനെ കുറച്ച് കൊടുത്തു. സോ ആൻസർ എത്ര കിട്ടുന്നു? 559.260 എന്ന് കിട്ടുന്നു. ഓക്കെ, ശരി. ഈ റീഡിങ് വെച്ചിട്ട് അടുത്ത നോക്കുക. റൈസ് ആണോ ഫാൾ ആണോ? ഫാൾ ആണല്ലേ. വീണ്ടും എന്ത് ചെയ്യുക? കുറയ്ക്കുക. 559.260 മൈനസ് 0.555. ഓക്കെ, 0.555 ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടി നമുക്ക് ആൻസർ? 558.705. 558.705 എന്ന് കിട്ടി. നോക്കിയാൽ അടുത്തത് നോക്കിയാൽ വീണ്ടും എന്താ? അതിനേക്കാൾ താഴ്ന്ന ഒരു പോയിന്റ് ആണ് അല്ലേ? ഫോളിലാണ് കിടക്കുന്നത്. ഫോളിലായതുകൊണ്ട് 558.705 മൈനസ് 0.285 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നു? 558.4
420. ഓക്കെ, 558.420. 559.705, 569. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഏതാ? വീണ്ടും എവിടെയാണ്? വീണ്ടും ഫോളിലാണ് കിടക്കുന്നത് അല്ലേ? 558.420 മൈനസ് എത്ര? 0.605. ആൻസർ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 557.815 എന്ന് ആൻസർ കിട്ടുന്നു. 815 എന്ന് ആൻസർ കിട്ടും. നോക്കി, അടുത്ത എവിടെ കിടക്കുന്നത്? അടുത്ത റൈസിലാണ് കിടക്കുന്നത് അല്ലേ? മീൻസ് പൊങ്ങി, നേരത്തെ ഉള്ളതിനേക്കാൾ പൊങ്ങിയിട്ടുണ്ട്. സോ 557.815 പ്ലസ് എന്നൊക്കെ റൈസ് ആയതുകൊണ്ട് പ്ലസ് ചെയ്ത് അല്ലേ? 0.595. എത്ര കിട്ടി നമുക്ക് ആൻസർ? 558.410 എന്ന് ആൻസർ കിട്ടി. 558.418 എന്ന് കിട്ടി. ഇതായിരുന്നു നമുക്ക് ചോദിച്ചിരുന്നത് അല്ലേ? എല്ലാ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കണവർ നമ്മളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എന്ത്? റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തേഡാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി എന്താ ഇതിൽ പരീക്ഷ? നമ്മുടെ PSC ചോദിക്കുന്നത് എന്താ? ചെക്കാണ് ചോദിക്കുന്നത്. എന്താ ചെക്ക്? നേരത്തെ ചെക്ക് അതുപോലെ എഴുതുക. എന്താ? സിഗ്മ BS, റൈസ് ആൻഡ് ഫാളിൽ അല്ലെങ്കിൽ നമ്മുടെ കോളിമേഷൻ മെത്തേഡ്, ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റിന്റെ അതേ ചെക്ക് എഴുതുക. സിഗ്മ BS മൈനസ് സിഗ്മ FS ഈസ് ഈക്വൽ ടു LRL മൈനസ് FRL വിച്ച് ഈസ് ഈക്വൽ ടു ഒരെണ്ണോടുണ്ട് സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ. സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ. നോക്കിയേ, ഈ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോളും കൂടി ഉണ്ട്. നോക്കിയേ, ഈ റൈസും ഫോളും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആരെയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ബാക്ക് സൈഡിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഫോർ സൈഡിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇന്റർമീഡിയറ്റ് സൈറ്റുകളെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ഈസ് കൺസിഡേർഡ്. ചെക്ക് ഈസ് കൺസിഡേർഡ് ഏതൊക്കെ? ബാക്ക് സൈഡ്, ഫോർ സൈറ്റ് ആൻഡ് ഇന്റർമീഡിയറ്റ് സൈറ്റ്. റൈസ് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഇന്റർമീഡിയറ്റ് സൈറ്റുകളെ ചെക്കിൽ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ ഇവിടെ നോക്കിയ സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ എടുക്കുന്നത് കൊണ്ട് അവിടെ ആരും വരുന്നുണ്ട്? ഇന്റർമീഡിയറ്റ് സൈറ്റും ഇതിൽ വരുന്നുണ്ട്, പ്ലേ ഉണ്ട്, അതിനും അവിടെ റോൾ ഉണ്ട്. ഓക്കെ, സോ എല്ലാ സൈറ്റുകളും ഇവിടെ ചെക്കിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് എന്ത്? മോസ്റ്റ് പ്രിഫറബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി, അത് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതെല്ലാം കണ്ടുപിടിക്കാം. സിഗ്മ BSന്റെ വാല്യൂ എത്ര? സിഗ്മ BS ഇത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം. സിഗ്മ BS എത്ര വാല്യൂ? സിഗ്മ BS ഈസ് ഈക്വൽ ടു എവിടെ? നമ്മുടെ BSന്റെ കോളം ഇതല്ലേ BSന്റെ കോളം. BSന്റെ കോളത്തിൽ എല്ലാവരും കൂടെ ആഡ് ചെയ്യുക. BSന്റെ കോളത്തിൽ എല്ലാവരും കൂടെ ആഡ് ചെയ്യുമ്പോൾ സിഗ്മ BS ഈസ് ഈക്വൽ ടു 6.475. ഓക്കെ, സിഗ്മ BS മൈനസ് സിഗ്മ FS അല്ലേ വേണ്ട? FSന് ഫോർ സൈറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്ര? 8.565. ഓക്കെ, നെക്സ്റ്റ് എന്താ നമുക്ക് വേണ്ടത്? സിഗ്മ റൈസ് അല്ലേ? റൈസുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? റൈസ് എത്ര റൈസ് ഉണ്ട്? ഒരു റൈസ് അല്ലേ ഉള്ളൂ. സോ ആഡ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലേ? 0.595. ഓക്കെ, 0.595. ഇനി സിഗ്മ ഫോളുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? സിഗ്മ ഫോളുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 2.685. ഫോളുകളെല്ലാം കൂടെ ഇതും എല്ലാ ഫോളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നുണ്ട്? 2.658. ഓക്കെ, ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കുക. ആദ്യം എന്താ ഞാൻ ചെയ്യാനുള്ളത്? ഫസ്റ്റ് ചെയ്യാനുള്ളത് സിഗ്മ BS മൈനസ് സിഗ്മ FS ചെയ്യണം അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ BS എത്ര? 6.475 മൈനസ് സിഗ്മ FS എത്ര? 8.565 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടുന്നത്? മൈനസ് 2.090. ഓക്കെ, സിഗ്മ BS മൈനസ് സിഗ്മ FS ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ലാസ്റ്റ് RL മൈനസ് LRL മൈനസ് FRL. LRL മൈനസ് FRL ചെയ്യണം. ലാസ്റ്റ് RL എത്ര? നമ്മുടെ 558.410 മൈനസ് ഫസ്റ്റ് RL എത്രയായിരുന്നു? ഫസ്റ്റ് RL 560.5 അല്ലേ? 560.5. ആൻസർ എത്ര കിട്ടുന്നു? മൈനസ് 2.090 എന്ന് കിട്ടുന്നു അല്ലേ? ഇവിടെ നേരത്തെ നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ ഇവിടെ കഴിഞ്ഞു. റൈസ് ആൻഡ് ഫാളിൽ ഒരെണ്ണം കൂടെ ഉണ്ട് അല്ലേ? എന്താ? സിഗ്മ റൈസ് മൈനസ്
സിഗ്മ ഫോൾ, സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ. സിഗ്മ റൈസ് എത്ര നമുക്ക് കിട്ടിയേ? 0.595 മൈനസ് സിഗ്മ ഫോൾ എത്ര കിട്ടിയ? 2.685. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? -2.090 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു? ഇത് നമ്മുടെ ചെക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. സിഗ്മ BS മൈനസ് സിഗ്മ FS ഈക്വൽ ടു LRL മൈനസ് FRL ഈസ് ഈക്വൽ ടു സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ. ഓക്കെ, ചെക്ക് നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ഡിഫറൻഷ്യൽ ലെവലിങ്ങിൻ്റെ പ്രൊസീജിയറും കാൽക്കുലേഷനും നടക്കുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ലെവലിങ്ങിൻ്റെ പ്രൊസീജിയറും കാൽക്കുലേഷൻ നടക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം പഠിക്കാനുള്ളത്, ഡിഫറൻഷ്യൽ ലെവലിന് നമ്മൾ ഒരു പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൈ ലെവലിംഗ്. എന്താണ്? ഫ്ലൈ ലെവലിംഗ്. ഓക്കെ, ഫ്ലൈ ലെവലിംഗ്. ഡിഫറൻഷ്യൽ ലെവലിങ്ങിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് എന്ത്? ഫ്ലൈ ലെവലിംഗ്. ഈ ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് എലിവേഷനുകൾ ഇങ്ങനെ പിടിച്ച് പോകണം. അതേ ഡിഫറൻഷ്യൽ ലെവലിംഗ് തന്നെ റെക്കണസെൻസിന് യൂസ് ചെയ്യണമെങ്കിൽ റെക്കണൈസെൻസ് സർവേയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് വേഗത്തിൽ ആക്യുറസി കുറവായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് സർവേയിങ് മെത്തേഡിനെ പറയുന്ന പേരാണ്. എനിക്ക് ഏതെങ്കിലും ഒരു സർവേ ചെയ്യാനുണ്ട്. സോ സർവേ ചെയ്യാനുള്ള ഫീൽഡിൽ ഞാൻ ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് പോകുന്നു, റഫായിട്ട് സർവേ നടത്തുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്? റെക്കണൈസൻസ് എന്ന് പറയുന്നത്. സോ ആ ഒരു റെക്കണൈസൻസിൻ്റെ സമയത്ത് ഒന്ന് റഫായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ലെവലിംഗ് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലൈ ലെവലിംഗ്. ഫ്ലൈ ലെവലിംഗ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്തുള്ളത്? ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ലെവലിങ്ങിൻ്റെ 1-2 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഏതാ? പ്രൊഫൈൽ ലെവലിംഗ്, ക്രോസ് സെക്ഷനിങ്, റെസിപ്രോക്കൽ ലെവലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മെത്തേഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.